എനിക്ക് ഇത് പൂട്ടുന്ന വളരെ എളുപ്പമാണ്. അതെ അല്ലേ? പക്ഷെ ചോദ്യമാണ്, ഈ കോളേജിലൊക്കെ പഠിച്ചെന്ന് പറഞ്ഞു വിവാഹിതനാണോ? അല്ല സാറേ, വിവാഹിതനല്ല. ഇപ്പോ വിവാഹം കഴിക്കണം. ഇപ്പൊ കഴിച്ചിട്ടില്ല. എങ്ങനെയാണ് ഒരു സങ്കല്പം? സാറേ സങ്കല്പം ഒന്ന് അല്ല, ഞാൻ അവിടെ ചോദിക്കാം. അഡോണിയെ കുറിച്ച് ഈ ഒരു ടോപ്പിക്കിലല്ലാതെയും എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരൻ. നിൽക്കട്ടെ. അല്ല, അപ്പൊ ഈ ഒരു കാര്യത്തിലും വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരൻ. അതോടെ നിൽക്കട്ടെ. അതോടെ നിൽക്കണം. ഇനി സത്യം പറഞ്ഞല്ലേ, അവനൊരു നല്ലൊരാളുണ്ട്. എല്ലാ സത്യങ്ങളും എങ്ങനെ വിളിച്ചു പറയണ? സത്യം പറഞ്ഞോളാം പറഞ്ഞില്ലേ? കം ടു ദ പോയിന്റ്. അപ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് ഞാൻ പൊളിച്ചെടുക്കട്ടെ. പൊളിച്ചെടുക്കട്ടെ. പേരെന്തര്? ആ പെണ്ണിന്റെ പേരെന്തര് പറ. ടെലികാസ്റ്റ് ചെയ്യാൻ ഇതിപ്പോ നാളെ ഇതിൽ കട്ട് ചെയ്തിട്ട് പ്രൊമോ ആയിട്ട് ഇടും. അതുകൊണ്ട് ഞാൻ പറയൂല. അല്ലേ, ഈ ബിൽഡപ്പ് ഒക്കെ ഞാൻ നശിപ്പിച്ചുള്ളത്. ഞാൻ ഒരു വിധത്തിലാണ് ബിൽഡപ്പ് ചെയ്ത് വെച്ചത്. സാർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത് പോമോനെ അത് ലാസ്റ്റ് ഞാൻ പറയാം. അല്ല, എന്ത് ചെയ്യുന്നു കുട്ടി? എന്ത് ചെയ്യുന്നു? ഇവിടെ പഠനമൊക്കെ ആയിട്ട് എറണാകുളം. അയ്യോ, അതൊന്നും പറയാൻ പറ്റൂല. രഹസ്യം. അല്ല, അതോ മലേഷ്യയിലാണോ? ഇല്ലില്ല, നാട്ടിലുണ്ട്. നാട്ടില്. അപ്പൊ ജൂനിയർ ആയിട്ട് പഠിച്ചാണ്. അയ്യോ, അത് അന്ന് പിന്നെ ഞാൻ പേരോട് പറയുന്നത് പറയത്തില്ല. അല്ല, എനിക്ക് മനസ്സിലായല്ലോ. ഇത്രയും പറയുമ്പോഴത്തേക്ക് എന്നെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കുമല്ലോ ഇത് കാണുന്നത്. അതെ അതെ അതെ. ഇനിയിപ്പോ നമുക്ക് എന്തായാലും വേറൊന്നുമല്ല, കൂടെ ജൂനിയർ ആയിട്ട് പഠിച്ച കുട്ടിയാണ്. മാത്രമല്ല, അതിനകത്ത് അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം അതിനകത്ത് വീണതാണ് ആ കുട്ടി. കാരണം എന്ത് സബ്ജക്റ്റിനെ കുറിച്ചും ഇത്ര കൃത്യമായിട്ട് തുറന്നു പറയുന്ന ഒരു വ്യക്തി ആര് സ്നേഹിക്കാതിരിക്കും? ആ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് വീണു. ആ കുട്ടിക്ക് നല്ല നീളമുള്ള മുടിയുണ്ട്. ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ചുരുണ്ട മുടിയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ ആർക്കും അറിഞ്ഞുകൂടാത്ത? സാർ ശരിക്കും എന്റെ സീനിയർ ആയിട്ടല്ലോ പഠിച്ച. ഞാൻ സീനിയർ ഒന്നുമല്ല, പക്ഷെ എനിക്ക് മുഖശാസ്ത്രം അറിയാം. ശരിക്കും ഇതൊക്കെ പറഞ്ഞു കാണും, 100% പറഞ്ഞു കാണും. കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ട് ചേച്ചിയെല്ലാം പറഞ്ഞ സാറേ, ഇതിന്റെ ഈ ഇത്ര സമയം മുതൽ ഇത്ര സമയമുള്ള വാദങ്ങൾ കട്ട് ചെയ്തിട്ട് നമ്മൾ എപ്പിസോഡ് പ്രാണസഖിക്ക് വേണ്ടി പാടുന്ന ആ ഗാനം ഇങ്ങോട്ട് പോരട്ടെ. സാറേ, ഞാനൊരു കവിത ചൊല്ലാം. ഓ, കവിതയാണോ കുട്ടിക്ക് ഇഷ്ടം? പോരട്ടെ ആ പാട്ട്. ഏതിരവിൻ നീലിമയിൽ നീറി നിന്നോ നീ, ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ. ഏതിരവിൻ നീലിമയിൽ നീറി നിന്നോ നീ, ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ. വേൻകുഴലിൽ പാട്ടെരിഞ്ഞ പാതിരാവത്ത്, ഒറ്റമുകിൽ പോലെ വന്നതേതു കിനാവോ, എന്നെ മാത്രം തേടി വന്നതേതു നിനാവോ. വേൻകുഴലിൽ പാട്ടെരിഞ്ഞ പാതിരാവത്ത്, ഒറ്റമുകിൽ പോലെ വന്നതേതു കിനാവോ, എന്നെ മാത്രം തേടുവതിന്നേതു നിലാവോ.